കാർ വാങ്ങുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു റൂളാണ് 24-10. ഈ റൂള് പറയുന്നത് നിങ്ങളൊരു കാർ വാങ്ങുമ്പോൾ കാറിൻ്റെ വിലയുടെ 20% നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. ബാക്കി തുക ലോൺ എടുത്തു കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് അടച്ചു തീർക്കണം. പിന്നെ നിങ്ങളുടെ കാറിൻ്റെ ഒരു മാസത്തെ ചിലവ്, അതായത് ഇതിൻ്റെ EMI, ഫ്യൂവൽ കോസ്റ്റ്, മെയിൻ്റനൻസ്, ഇൻഷുറൻസ് ഇതെല്ലാം ചേർത്ത് നിങ്ങൾ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ 10%-നെക്കാളും കൂടാനും പാടില്ല. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നിങ്ങളൊരു വാഗണർ ഓട്ടോമാറ്റിക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 8 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾ 20% എന്ന് പറയുമ്പോൾ 1,60,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. ബാക്കി 6,40,000 രൂപ നിങ്ങൾ ലോൺ എടുക്കുന്നു. ലോണിൻ്റെ പലിശ 9% എന്ന് വിചാരിക്കുക. ഇത് നിങ്ങൾ 4 വർഷം കൊണ്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തെ EMI 16,000 രൂപയോളം വരും. പിന്നെ നിങ്ങൾക്ക് കാറിൻ്റെ ഇന്ധന ചെലവും മെയിൻ്റനൻസും ഇൻഷുറൻസും എല്ലാം ചേർത്ത് ഒരു 4,000 രൂപ എല്ലാ മാസവും ചിലവ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം നിങ്ങൾ കാറിന് വേണ്ടി ചിലവാക്കുന്നത് 20,000 രൂപയാണ്. ഇത് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 10%-നെക്കാളും കൂടാൻ പാടില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ഒരു മാസം 2 ലക്ഷം രൂപ ശമ്പളം വേണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അതിനുള്ള വഴി പരമാവധി തുക ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക, ലോൺ എമൗണ്ട് പരമാവധി കുറയ്ക്കുക.